നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാറയ്ക്കക്കടവിലാണ്. പാറയ്ക്കക്കടവിൽ എൻ്റെ തൊട്ട് പുറകെ കാണുന്ന ധാരാവി ഷാപ്പാണ്. ഇവിടെ 3 പേര് കാറേ വന്നതാണ്. അവർ കാർ ഇതുവഴി ഈ വാതിക്ക വഴി ഇറങ്ങി വന്നിട്ട് കാറ് നേരെ തോട്ടിലേക്ക് പോയി. അത് പോലീസും ഫയർഫോഴ്സും വന്നിരിക്കുകയാണ്. അത് ഒരാൾ മരണപ്പെട്ടതായിട്ടാണ് വിവരം കിട്ടിയിരിക്കുന്നത്. രണ്ടുപേര് ചാടി ഇറങ്ങി. ഇയാൾ മരിച്ചിട്ടുണ്ടോ? സാധ്യത 10 മിനിറ്റ് ആയി. ഇവരെവിടുത്തെ രണ്ടുപേര് തോട്ടയ്ക്കാട് സ്വദേശികളായ 3 യുവാക്കളാണ്. അവർ ഷാപ്പിലേക്ക് വന്നതാണ്. ഷാപ്പിൻ്റെ അകത്ത് വന്ന് ബ്രേക്ക് ചവിട്ടുന്നതിന് പകരം ആക്സിലേറ്റർ തന്നിട്ടാണ് ചവിട്ടിയത്. നേരെ വണ്ടി നിയന്ത്രണം വിട്ട് നേരെ തോട്ടിലേക്ക് പോയായിരുന്നു. അതിൽ തോട്ടയ്ക്കാട് സ്വദേശിയായ അനൂപ് 28 വയസ്സ്, കാവുങ്കൽ വീടെന്നാണ്. അദ്ദേഹമാണ് മരണപ്പെട്ടതായിട്ട് വിവരം കിട്ടിയിരിക്കുന്നത്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ കുറച്ച് സമയം ഫസ്റ്റ് എയ്ഡൊക്കെ നൽകിയെങ്കിലും ആൾ മരണപ്പെട്ടതായിട്ടാണ് അറിയാൻ സാധിച്ചത്. കാറ് തോടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവിടുന്ന് നേരെ തോട്ടിലേക്ക് പോവുകയായിരുന്നു കാറ്. തോട്ടയ്ക്കാടുള്ള കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ ആളുടെ മകനാണ്. അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്നത് എബിയും ജസ്റ്റിൻ ചാക്കോയാണ്. അവർക്ക് വലിയ കുഴപ്പമില്ല. ആണല്ലേ? ഇവരെങ്ങനെയാ ഇവിടുന്ന് വന്നിട്ട് നേരെ എത്ര പേരുണ്ട് കാറിന്റെ? പിന്നെ 4 പേരെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാകത്തില്ല. നിങ്ങൾ ഈ പറഞ്ഞത് 3 പേര് 4 പേരെന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാകും. എന്നിട്ട് ആളുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ ഇതിലാണ് നിങ്ങൾ നിൽക്കുന്നത്. 3 പേരെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇപ്പൊ 4 പേര് കൂടുതലുള്ള പിള്ളേർ പറഞ്ഞല്ലോ. പുള്ളിക്കാരൻ പിന്നെ 4 പറഞ്ഞോണ്ട് നമുക്ക് പിന്നെ 4 നമ്മൾ ഈ ആൾക്കാരെ ഈ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. ഇതിനകത്ത് ആളുണ്ടല്ലോ നമുക്ക് അറിയണ്ടേ? ഒരു 3 പേരെ പറഞ്ഞല്ലോ. കുളക്കപ്പള്ളിയുടെ താഴെ വെച്ചോ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഒരാ? ഇല്ല, ഞാൻ നടന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാരണം അതിലും ഒരു